വിഷുവൊക്കെ അല്ലേ നമുക്കൊരു അവിയൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുരിങ്ങക്കായ, വെണ്ടക്കായ, ചേന, വെള്ളരിക്ക, വഴുതിന, എല്ലാ കഷ്ണങ്ങളും ഒരുവിധം ഉണ്ട്. കായുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടുള്ളത് കേട്ടോ. അവിയലിന് സാധാരണ നമ്മൾ നീളത്തിൽ അരിയണം. കൂടാതെ ഇപ്പോൾ ഇതിൽ തക്കാളിയും വെണ്ടക്കായും കൂടി ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക്, അത്ര എരിവുള്ളതല്ല കേട്ടോ, നടുവേ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളിഞ്ചി, അത് ഇടണമെന്നില്ല, പക്ഷെ ഒരു നുള്ളിഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒന്ന് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈ കൊണ്ടൊന്ന് കുഴയ്ക്കല്ല കേട്ടോ, എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കാരണം നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല ഈ കറി വയ്ക്കുക. അപ്പോൾ ആകെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഈ ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളിലേക്ക് അതങ്ങനെ എല്ലായിടത്തും ചേരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി കൈ കൊണ്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം. തുണ്ട് വെള്ളമാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എൻ്റെ കൈയൊന്ന് ഇതാക്കാൻ വേണ്ടി അത് മൂടിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ്, അതിൻ്റെ ഒരു മുറി തേങ്ങ നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 ചുവന്നുള്ളി ഉണ്ട് കേട്ടോ, അതിട്ട് കൊടുക്കാം. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കതിരോളം വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ജീരകം 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് ഇത് ഒന്ന് കറക്കി കൊണ്ടുവരിക, അത്രേ പാടുള്ളൂ. നമ്മൾ അമ്മിയിലൊക്കെ ഒതുക്കിയെടുക്കണതാണ്, അതുപോലെ നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക. ഇതിലിപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് അടിയിലത്തെ ഒരു കുറച്ച് വെള്ളം കൂടി വറ്റാണ്ട്. അപ്പോൾ നമ്മളിനി മൂടി വയ്ക്കണമെന്നില്ല, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. മൂടി വെച്ച് ഇനി ആദ്യം വേവിക്കണമെന്നില്ല, കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരുവിധം വറ്റി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ കണ്ട ഇങ്ങനെയാവാൻ പാടുള്ളൂ. ഇതേപോലെ ആക്കിയ തേങ്ങ നമുക്ക് എല്ലായിടത്തും ആക്കി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മൂടിയിട്ടിട്ട് ഒരു 5 മിനിറ്റോ ഒരു 8 മിനിറ്റോ ഒക്കെ വെച്ചാൽ മതി. എല്ലായിടത്തും ഒന്ന് ചേരുന്ന പോലെ, ഇതെല്ലായിടത്തേക്കും ഒന്ന് ആവണ പോലെ. അതുപോലെ കഷ്ണം ഉടയ്ക്കാണ്ട് വേണം ചെയ്യാൻ കേട്ടോ. വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഉടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടിയിട്ടിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്ക് വയ്ക്കാം.
വളരെ ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് പാകമാണോ നോക്കാം. ഇനിയിപ്പോൾ പാകലേ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് പാകമാണ്. അപ്പോൾ ഞാൻ 1.5 സ്പൂണോളം ഉപ്പിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മൂടിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിക്കല്ല, ഒരു 8 മിനിറ്റ് നമുക്ക് അതൊന്ന് വയ്ക്കാം. അതിന് ശേഷം എടുത്തപ്പോൾ ഇതാണ് ഒക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിക്കാം. പുളിയില്ലാത്ത 1 ഗ്ലാസ് തൈരാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മൾ അത് തിളപ്പിക്കരുത്. പിന്നെ ഇതെല്ലാം അവിടുത്തെ ഇളക്കി യോജിപ്പിക്കുക, തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിയലൊരുവിധം റെഡിയായി. ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ കഷ്ണങ്ങൾ മാത്രം നിൽക്കണം. അതാണ് അവിയൽ. ഒരു കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അത് സൂക്ഷിച്ച് വേണം അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാനൊക്കെ കേട്ടോ. ഇനി ഇത് തിളപ്പിച്ചൊന്നും എടുക്കരുത്. ഒരുവിധം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനിയും ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കറിവേപ്പില. അത് മസ്റ്റാണ്. കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് പാകമാണ്. ഇതിലിനി കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സദ്യ സ്പെഷ്യൽ അവിയലാണ് കേട്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. നിങ്ങൾ വിഷുവിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഒരു പുതിയ ചാനലാണ്. സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി വിഷു എവരിബഡി. താങ്ക് യു. വീണ്ടും കാണാം. ബൈ.